ഇന്ത്യൻ ബിവറേജ് മാർക്കറ്റിന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിരുന്നു ഫ്രൂട്ടി എന്ന ബ്രാൻഡിന്റെ പിറവി. 1985-ൽ പാർലെ അഗ്രോ എന്ന കമ്പനി ഈ പാനീയം വിപണിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് കേവലം ഒരു ഉൽപ്പന്നം മാത്രമായിരുന്നില്ല, മറിച്ച് രാജ്യത്തെ ബിവറേജ് മാർക്കറ്റിൽ ഒരു പുതിയ വിഭാഗത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. അക്കാലത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് പരിചിതമായിരുന്നത് കുപ്പികളിൽ വിൽക്കുന്ന ശീതളപാനീയങ്ങളായിരുന്നു. ഇവ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടുള്ളതും എളുപ്പത്തിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതും ഒപ്പം ഒരു പരിധിയിൽ കൂടുതൽ കാലം സൂക്ഷിക്കാൻ കഴിയാത്തവയുമായിരുന്നു. ഈ പരിമിതികൾക്ക് ഒരു പരിഹാരമായാണ് ഫ്രൂട്ടി ടെട്രാപാക്ക് പാക്കേജിംഗുമായി രംഗപ്രവേശം ചെയ്യുന്നത്. സ്വീഡിഷ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ചെറിയ ചതുരാകൃതിയിലുള്ള പാക്കറ്റുകൾ ഒരു വിപ്ലവകരമായ ആശയമായിരുന്നു. ഇവ കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതും വീഴ്ചയിൽ പൊട്ടാത്തതും ഒപ്പം പാനീയം കൂടുതൽ കാലം കേടുകൂടാതെ സംരക്ഷിക്കുന്നതും ആയിരുന്നു. ഈ പാക്കേജിംഗ് തന്ത്രം ഫ്രൂട്ടിയെ മറ്റ് പാനീയങ്ങളിൽ നിന്ന് വേർതിരിച്ചു നിർത്താൻ സഹായിച്ചു. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും യാത്രകളിൽ ഉപയോഗിക്കാനും ഇത് വളരെ സൗകര്യപ്രദമായി. ഇന്ത്യൻ സംസ്കാരത്തിൽ മാമ്പഴത്തിനുള്ള സ്ഥാനം വളരെ വലുതാണ്. സീസൺ കഴിയുമ്പോൾ മാമ്പഴം കഴിക്കാൻ കഴിയാതെ പോകുന്നതിലുള്ള നിരാശ പലർക്കും ഉണ്ടായിരുന്നു. ഈ വൈകാരിക ബന്ധം മനസ്സിലാക്കിയാണ് പാർലെ അഗ്രോ ഫ്രൂട്ടിയെ ഒരു മാമ്പഴ പാനീയമായി അവതരിപ്പിച്ചത്. മാംഗോ ഫ്രൂട്ടി ഫ്രഷ് ആൻഡ് ജ്യൂസി എന്ന ആകർഷകമായ പരസ്യവാചകവും അതിന് ചേർന്ന പച്ചയും മഞ്ഞയും ചേർന്ന പാക്കേജിംഗും വളരെ വേഗം ഉപഭോക്താക്കളുടെ മനസ്സിൽ ഇടം നേടി. ആരോഗ്യകരമായ ഒരു പഴച്ചാറാണ് ഫ്രൂട്ടി എന്നൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ ഇത് സഹായിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് ഫ്രൂട്ടി ഇന്ത്യയിലെ കുട്ടികളുടെ പ്രിയപ്പെട്ട പാനീയമായി മാറി. വിജയങ്ങൾ എന്നും നിലനിൽക്കില്ല, പ്രത്യേകിച്ച് ബിസിനസ് ലോകത്ത്. 1990കളോടെ ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ വന്ന ഉദാരവൽക്കരണം അന്താരാഷ്ട്ര കമ്പനികൾക്ക് ഇന്ത്യൻ വിപണിയിലേക്ക് കടന്നുവരാൻ വഴിയൊരുക്കി. ഇത് ഫ്രൂട്ടിയുടെ ഏകാധിപത്യത്തിന് ഒരു വലിയ വെല്ലുവിളിയായി. 1993ൽ കൊക്കക്കോള പാർലെ ബിസ്ലറിയിൽ നിന്ന് മാസ എന്ന ബ്രാൻഡ് ഏറ്റെടുത്തു. അതിനുശേഷം മാസ ഫ്രൂട്ടിയുടെ ഏറ്റവും വലിയ എതിരാളിയായി മാറി. പിന്നീട് പെപ്സിക്കോ സ്ലൈസ് എന്ന ബ്രാൻഡുമായി രംഗപ്രവേശം ചെയ്തതോടെ ഇന്ത്യൻ മാംഗോ ഡ്രിങ്ക് വിപണിയിൽ ഒരു മാംഗോ വാർ ആരംഭിച്ചു. ഈ 3 ബ്രാൻഡുകളും വ്യത്യസ്തമായ ഉപഭോക്താക്കളെയാണ് ലക്ഷ്യമിട്ടത്. മാസ മാങ്ങയുടെ തനതായ കട്ടിയുള്ള പൾപ്പിന്റെ രുചിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ടൈംലെസ് മാംഗോ എന്ന ആശയത്തിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന മാമ്പഴം ജ്യൂസിന്റെ ഓർമ്മകളെ ഉണർത്തുന്ന പരസ്യങ്ങളായിരുന്നു അവരുടെ പ്രധാന തന്ത്രം. ഇത് മുതിർന്ന ഉപഭോക്താക്കളെ ആകർഷിച്ചു. സ്ലൈസ് യുവതലമുറയെയും പ്രീമിയം ഉപഭോക്താക്കളെയും ലക്ഷ്യമിട്ട് മാങ്ങയുടെ രുചിയെ കൂടുതൽ ആകർഷകമായി മാംഗോ ഡെസേർട്ട് എന്ന ആശയത്തിൽ അവതരിപ്പിച്ചു. പ്രശസ്ത ബോളിവുഡ് നടി കത്രീന കൈഫിനെ ഉപയോഗിച്ചുള്ള പരസ്യങ്ങൾ യുവജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി. മാങ്ങയുടെ രുചി ഒരു വികാരമായി അവതരിപ്പിച്ചുകൊണ്ട് സ്ലൈസ് തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു. ഫ്രൂട്ടി അതിന്റെ കുട്ടിക്കാലത്തെ ബ്രാൻഡ് ഇമേജ് നിലനിർത്തിക്കൊണ്ട് ഫ്രഷ് ആൻഡ് ജ്യൂസി എന്ന ആശയത്തിൽ ഉറച്ചു നിന്നു. എങ്കിലും ഈ മത്സരം കാരണം ഫ്രൂട്ടിക്ക് തങ്ങളുടെ പരസ്യങ്ങളിലും വിതരണ ശൃംഖലയിലും കൂടുതൽ പണം മുടക്കേണ്ടി വന്നു. ഈ മത്സരത്തിനിടയിലും ഫ്രൂട്ടിയുടെ ഏറ്റവും വലിയ ശക്തി അതിന്റെ പാക്കേജിംഗ് തന്നെയായിരുന്നു. മാസയും സ്ലൈസും കുപ്പികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഫ്രൂട്ടിയുടെ ടെട്രാപാക്ക് കൊണ്ടു നടക്കാനുള്ള എളുപ്പം കാരണം യാത്രാവേളകളിലും സ്കൂൾ ക്യാന്റീനുകളിലും വലിയൊരു വിഭാഗം ഉപഭോക്താക്കളെ തങ്ങളിലേക്ക് ആകർഷിച്ചു. വിപണിയിലെ കടുത്ത മത്സരത്തിനൊപ്പം ഫ്രൂട്ടിക്ക് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആയ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. പാർലെ കമ്പനിയുടെ ഉടമസ്ഥർക്കിടയിലുണ്ടായ തർക്കങ്ങൾ ബ്രാൻഡിന്റെ ഭാവിക്കും ഭീഷണിയായി. പാർലെ പ്രൊഡക്ട്സ്, പാർലെ അഗ്രോ എന്നീ കമ്പനികൾ പാർലെ എന്ന പേര് ഉപയോഗിക്കുന്നതിനെ ചൊല്ലി നടത്തിയ നിയമ പോരാട്ടം ഉപഭോക്താക്കൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. കമ്പനികൾ രണ്ടും ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണെങ്കിലും അവരുടെ ഉൽപ്പന്നങ്ങളും വിപണന രീതികളും വ്യത്യസ്തമായിരുന്നു. ഈ തർക്കം ബ്രാൻഡിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ കാരണമായി. 2004ൽ പൂനെയിലെ ഒരു ഉപഭോക്താവ് ഫ്രൂട്ടിയുടെ സീൽ ചെയ്ത കുപ്പിയിൽ അഴുക്ക് കണ്ടെത്തിയ സംഭവം വലിയ വിവാദമായി. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനിൽ പരാതി നൽകിയിട്ടും കമ്പനി ഈ പ്രശ്നത്തെ വേണ്ടത്ര ഗൗരവത്തോടെ കൈകാര്യം ചെയ്തില്ലെന്ന് ആരോപണമുയർന്നു. ഈ സംഭവം മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. ഇതിനു മുൻപ് എൻജോയ് എന്ന മറ്റൊരു പാനീയത്തിലും ഫംഗസ് കണ്ടെത്തിയതിനെ തുടർന്ന് ആ ബാച്ച് മുഴുവൻ പിൻവലിക്കേണ്ടി വന്നിരുന്നു. ഇത്തരം സംഭവങ്ങൾ ഫ്രൂട്ടിയുടെ ഗുണനിലവാരത്തെക്കുറിച്ച് ഉപഭോക്താക്കളിൽ സംശയങ്ങൾ ഉണ്ടാക്കി. ആഗോളതലത്തിൽ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായ ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചു. ഇതോടെ ഫ്രൂട്ടി പോലുള്ള പാക്കേജ് ചെയ്ത ജ്യൂസുകളിൽ അടങ്ങിയിട്ടുള്ള ഉയർന്ന അളവിലുള്ള പഞ്ചസാരയെക്കുറിച്ചും കൃത്രിമ ചേരുവകളെക്കുറിച്ചുമുള്ള സംശയങ്ങൾ ഉയർന്നു. ഫ്രൂട്ടിയെ ഒരു കുട്ടികളുടെ പാനീയം എന്ന നിലയിൽ കണ്ടിരുന്ന മാതാപിതാക്കൾ മറ്റ് ആരോഗ്യകരമായ പാനീയങ്ങളിലേക്ക് മാറാൻ തുടങ്ങി. ഈ തിരിച്ചടികൾ ഫ്രൂട്ടിയുടെ വിപണി വളർച്ചയെ ഗണ്യമായി ബാധിച്ചു. ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് ഫ്രൂട്ടിയെ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവന്നത് പാർലെ അഗ്രോയുടെ തലപ്പത്തുള്ള നാദിയ ചൗഹാൻ ആയിരുന്നു. വെറും 17 വയസ്സിൽ കമ്പനിയുടെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറായി ചുമതലയേറ്റ നാദിയയുടെ തീരുമാനങ്ങൾ ധീരവും ദീർഘവീക്ഷണമുള്ളതും ആയിരുന്നു.
ഫ്രൂട്ടിയെ പഴയ വിജയങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവർ 3 നിർണായകമായ തന്ത്രങ്ങൾ നടപ്പിലാക്കി. ആദ്യത്തേത് പാക്കേജിംഗിലെ സമൂലമായ മാറ്റമാണ്. വർഷങ്ങളായി ഫ്രൂട്ടിയുടെ മുഖമുദ്രയായിരുന്ന പച്ച നിറത്തിലുള്ള പാക്കറ്റ് മാറ്റി മാമ്പഴത്തിന്റെ സ്വാഭാവിക നിറമായ മഞ്ഞ പാക്കറ്റുകൾ അവതരിപ്പിച്ചു. ഇതൊരു വലിയ റിസ്ക് ആയിരുന്നെങ്കിലും വിപണിയിൽ ഒരു വിസ്മയം സൃഷ്ടിച്ചു. മഞ്ഞ നിറം കണ്ടപ്പോൾ തന്നെ ഉപഭോക്താക്കൾക്ക് മാമ്പഴത്തിന്റെ രുചി ഓർമ്മ വന്നു. ഇത് മറ്റ് പാനീയങ്ങൾക്കിടയിൽ ഫ്രൂട്ടിയെ വേറിട്ട് നിർത്താൻ സഹായിച്ചു. ഇതിനൊപ്പം വീണ്ടും അടയ്ക്കാൻ കഴിയുന്ന പെറ്റ് ബോട്ടിലുകളും അവതരിപ്പിച്ചത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യം നൽകി. രണ്ടാമത്തെ തന്ത്രം വിലയിലെയും പാക്കറ്റുകളിലെയും വൈവിധ്യമാണ്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ ഫ്രൂട്ടി ലഭ്യമാക്കുന്നതിനായി 10 രൂപയുടെ പാക്കറ്റുകൾക്ക് പുറമെ 5 രൂപയുടെ ചെറിയ ത്രികോണാകൃതിയിലുള്ള പാക്കറ്റുകളും അവതരിപ്പിച്ചു. ഈ തീരുമാനം ഫ്രൂട്ടിയെ പ്രൈസ് സെൻസിറ്റീവായ ഉപഭോക്താക്കളിലേക്കും കുട്ടികളിലേക്കും എളുപ്പത്തിൽ എത്തിക്കാൻ സഹായിച്ചു. ഇത് വിൽപ്പനയുടെ അളവ് ഗണ്യമായി വർദ്ധിപ്പിക്കുകയും വിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. മൂന്നാമത്തേത് പുതിയ പരസ്യ തന്ത്രങ്ങളായിരുന്നു. ഫ്രൂട്ടിയെ ഒരു കുട്ടികളുടെ പാനീയമെന്ന നിലയിൽ നിന്ന് ഒരു കുടുംബ പാനീയമായി നാദിയ റീഡിഫൈൻ ചെയ്തു. ഇതിനായി ബോളിവുഡിലെയും തെന്നിന്ത്യൻ സിനിമകളിലെയും പ്രമുഖ താരങ്ങളായ ഷാറുഖ് ഖാൻ, ആലിയ ഭട്ട്, അല്ലു അർജുൻ തുടങ്ങിയവരെ ബ്രാൻഡ് അംബാസഡർമാരാക്കി. ഇവരുടെ സ്വാധീനം ഫ്രൂട്ടിയെ എല്ലാ പ്രായത്തിലുമുള്ള ആളുകളിലേക്ക് എത്തിച്ചു. ഡിഗൻ വർമ്മ പോലുള്ള ആകർഷകമായ പരസ്യ ക്യാമ്പയിനുകൾ യുവജനങ്ങളെ ആകർഷിക്കുകയും ബ്രാൻഡിന് ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ ഡ്രിങ്ക് എന്ന പ്രതിച്ഛായ നൽകുകയും ചെയ്തു. നാദിയയുടെ ഈ തന്ത്രങ്ങൾ ഫ്രൂട്ടിയെ രക്ഷിക്കുക മാത്രമല്ല, പാർലെ അഗ്രോ എന്ന കമ്പനിയെ കൂടുതൽ വളർത്താൻ സഹായിക്കുകയും ചെയ്തു. ഒരു ഉൽപ്പന്നത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു ബിസിനസിന്റെ നിലനിൽപ്പിന് എത്രത്തോളം അപകടകരമാണെന്ന് നാദിയ മനസ്സിലാക്കി. അങ്ങനെയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ അവർ തീരുമാനിക്കുന്നത്. ആപ്പിളിന്റെ സ്വാദുള്ള കാർബണേറ്റഡ് പാനീയമായ ആപ്പി ഫിസ് ഒരു വലിയ വിജയമായി മാറിയതോടെ കമ്പനിക്ക് ഫ്രൂട്ടിയെ മാത്രം ആശ്രയിക്കേണ്ടി വന്നില്ല. എന്നാൽ എല്ലാ ഉൽപ്പന്നങ്ങളും വിജയിച്ചില്ല. വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങളും വിപണിയിലെ ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ മനസ്സിലാക്കുന്നതിലെ കുറവും കാരണം ഹിപ്പോ ചിപ്സ്, കഫേ ക്യൂബ പോലുള്ള ചില ഉൽപ്പന്നങ്ങൾ പരാജയപ്പെട്ടു. എങ്കിലും ഈ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കമ്പനി മുന്നോട്ട് പോവുകയും ഇന്ന് 8800 കോടിയിലധികം രൂപ വരുമാനമുള്ള ഒരു വലിയ ബിസിനസ് സാമ്രാജ്യമായി വളരുകയും ചെയ്തു. ഇന്ന് ഫ്രൂട്ടി മാംഗോ ഡ്രിങ്ക് വിപണിയിൽ മാസയും സ്ലൈസുമായി ശക്തമായി മത്സരിച്ചുകൊണ്ട് മുൻനിര ബ്രാൻഡായി തുടരുന്നു. കാലാനുസൃതമായ നവീകരണങ്ങളും ശക്തമായ വിതരണ ശൃംഖലയും നൂതനമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങളുമാണ് ഈ ബ്രാൻഡിനെ ഇപ്പോഴും പ്രസക്തമായി നിലനിർത്തുന്നത്. എങ്കിലും ഹെൽത്തി ഡ്രിങ്ക്സ് തേടുന്ന ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നത് ഫ്രൂട്ടിക്ക് ഭാവിയിൽ നേരിടാൻ പോകുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ നൂതനമായ ഉൽപ്പന്നങ്ങളുമായി ഫ്രൂട്ടിക്ക് മുന്നോട്ടു പോകേണ്ടതുണ്ട്. ഫ്രൂട്ടിയുടെ കഥ ഒരു സ്ഥാപനത്തെ വളർത്താനും പ്രതിസന്ധികളെ അതിജീവിക്കാനും യുവത്വത്തിന്റെ കാഴ്ചപ്പാടും ദൃഢനിശ്ചയവും എത്രത്തോളം പ്രധാനമാണെന്ന് കാണിച്ചു തരുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.